നമസ്കാരം, ഞാൻ ആനന്ദൻ, പൂജ നഴ്സറിയിലെ സ്റ്റാഫാണ്. എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2.5 വർഷമായുള്ളൂ. ഞാൻ 10-28 വർഷമായിട്ട് നഴ്സറി ഫീൽഡ് തന്നെയാണ്. ഈ ഫീൽഡിൽ തന്നെയാണ്. ചെടികളെ കുറിച്ച് എന്ത് കാര്യമാണ് ചേട്ടനോട് ചോദിക്കാം? ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇവിടെ നമ്മൾ ചേട്ടാ കൂടുതലായിട്ട് ചെയ്യുന്ന റോസ് അല്ലേ? നമ്മളിവിടെ കൂടുതലും റോസാണ്. റോസ് ഏതൊക്കെ വെറൈറ്റീസ് റോസ് റോസിൻ്റെ നമ്മൾ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും റോസിൻ്റെ ലോഡുണ്ട്. ലോഡ് വരും അല്ലേ? അതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. കാരണം കൂടുതലും നമുക്ക് ഹോൾസെയിൽ കച്ചവടമാണ്. ഹോൾസെയിലാണ് കൂടുതലും വരുന്നത്. സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ 18 രൂപയ്ക്ക് റോസ് കൊടുക്കും. റീറ്റെയിലേക്ക് ആകുമ്പോൾ 25 രൂപ. മിനിമം എത്ര നമ്മൾ എടുക്കണം? ഒരു 30 നമ്മൾ 18 റേറ്റ് കൊടുക്കും. ഇപ്പോൾ ഓരോ വെറൈറ്റീസ് ഓരോന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ടോട്ടൽ എണ്ണ നമ്മൾ എടുത്തുവെച്ചാൽ മതി, കുഴപ്പമില്ല. ചേട്ടാ നമുക്ക് റോസുകളൊക്കെ ഒന്ന് റോസ് മാത്രമല്ല ഇവിടെ എല്ലാ ചെടികളും ഉണ്ട്. എല്ലാ ചെടികളും ഐറ്റംസുകളുണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. പൂക്കളുടെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പഴവർഗ്ഗ ചെടികൾ, മാവ്, അങ്ങനെ എല്ലാ വെറൈറ്റികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട്. അതും നല്ല റേറ്റ് കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. ചേട്ടാ നമുക്ക് ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ? കാണിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടക്കത്തിൽ വരുന്നത്. ഇത് 18 രൂപയാണ്. 18 രൂപ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്ന കവറിൽ വരുന്ന 18 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് കവർ ചെയ്ത് കീറി വലിയ ചട്ടിയിലേക്ക് മാറ്റി നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത ബ്രാഞ്ചസ് വരും. അതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം. കൃത്യമായിട്ട് വളവും ഫ്ലവറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നിർത്തിയാക്കരുത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഇതാണ്. ഇത് പോട്ടാണല്ലോ അല്ലേ? ഇത് പോട്ടാണ്. ഇതാകുമ്പോൾ നമ്മൾ 45 രൂപയാണ്. 45 രൂപ ഒരു പോട്ടിൽ വരുന്നത്. ഇപ്പൊ തന്നെ 3-4 ഫ്ലവർ നിറച്ച് ഫ്ലവറാണ്. അത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് ബ്രാഞ്ചസ് വരും. പൊതുവെ പറച്ചിലാണ് നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ ഈ റോസ് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഫ്ലവറിങ്ങും കഷ്ടിച്ചേക്കും. അത് കഴിഞ്ഞാൽ ചെടി അങ്ങോട്ട് പോകുന്നതാണ് കോമൺ ആയിട്ടുള്ള സംശയം. ഇല്ല, അതൊക്കെ എല്ലാവരും അത് കുറേയൊക്കെ ശ്രദ്ധക്കുറവാണ്. കാരണം റോസിന് വെള്ളം അധികം വേണ്ട, വെള്ളം കുറച്ച് മതി. പിന്നെ നമ്മൾ വളങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. വളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലുപൊടി, ചാണകപ്പൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക്, ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ച് പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വളം ചെയ്യുക. വേറെ കോടിന് ശേഷം അത് കഴിയുമ്പോൾ പൂ വന്നു കഴിയുമ്പോൾ കുറച്ച് മരുന്ന് അടിക്കുക. മരുന്ന് ഇപ്പോൾ കീടനാശിനി ഏതടിച്ചാലും പ്രശ്നമില്ല. അത് മാറി അടിക്കുക. അപ്പോൾ കുരുടിപ്പും ഉണ്ടാകത്തില്ല, പൂക്കളും ഉണ്ടാവും. റോസിന് പറയാവുന്ന ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ അത് കുരുടിപ്പാണ്. അതിന് മാജിക്ക് അങ്ങനെ 2-3 മരുന്ന് വെറൈറ്റികളുണ്ട്. അത് മാറി അടിച്ചു കൊടുക്കുക. ഒരു മരുന്ന് തന്നെ അടിച്ചിട്ട് കാര്യമില്ല. അത് മാറി ഒരാഴ്ചയിൽ അടിച്ചു കൊടുക്കുക. 45 രൂപ. പിന്നെ ഉള്ളത് കാശ്മീരി റോസാണ്. കാശ്മീരി എന്ന് പറയുമ്പോൾ അത് നിറച്ച് ഇത് ഹോൺ റൂട്ടാണ്. ബഡല്ല. അപ്പൊ ഇതിന് കംപ്ലൈന്റ് വരത്തില്ല. അത് നിറച്ച് എപ്പോഴും നാടൻ റോസ് പോലെ തന്നെ ഹോൺ റൂട്ടാണ്. അപ്പൊ ഇത് എപ്പോഴും പൂക്കളുണ്ടാവും. മറ്റേതുപോലെ യാതൊരു കുരുടിപ്പും വരത്തില്ല, കംപ്ലൈന്റും ഉണ്ടായാലും. ഇത് വലിയ ചെടിയിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ അതിന് വെയിലാണ്. റോസ് ചെടികൾ, പൂക്കളുള്ള ചെടികൾക്ക് ഒരുവിധം എല്ലാം നല്ല വെയിലുമാണ്. ഇതൊക്കെ നമ്മൾ എന്ത് റേറ്റ് കൊടുക്കുന്നത്? ഇത് നമ്മൾ 70 രൂപയാണ്. 70 രൂപ അല്ലേ? കാശ്മീർ. പിന്നുള്ള അതിൻ്റെ വലുതാണ്. കളർഫുള്ളായിട്ട് ഇതാണ്. ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് 55 രൂപ. ഇത് ഇത്ര വലിപ്പമുള്ളതാണ്. കവർ കയറി നിലത്ത് നടുക, അല്ല വലിയ കെട്ടിൽ നട്ടു. ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴും പോകണം. ഒരിക്കലും ഒരു ചെടി നഷ്ടപ്പെട്ടു പോകുന്നില്ല. നല്ല വലിപ്പമുള്ള പൂ തന്നെയാണ്. ഇല്ല, എല്ലാം ഒരേ റേറ്റ്. പല നഴ്സറിക്കാരും അങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കളറിന് വ്യത്യസ്ത നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാം ഒരേ റേറ്റാണ്. തന്നെ ഇപ്പോൾ പൂക്കൾ ഓറഞ്ച് കളർ, ഇതേപോലെയൊക്കെ എന്ന് പറഞ്ഞാൽ വെറൈറ്റി സാധനങ്ങളാണ്. ഇപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ലോഡ് വന്നതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട്. വയലറ്റ് തിങ്കളാഴ്ച ദിവസം കൂടുതലും കസ്റ്റമർ ഉണ്ട്. ലോഡ് വരുന്നുണ്ട്. പിന്നെ ഈ വെറൈറ്റി ഇതിന് പറഞ്ഞ പേരെന്തോ? ഇത് ബട്ടൺ റോസ് ആണ്. ഇത് മറ്റേ റെഡ് ബിനാക്കയാണ്. റെഡ് ബിനാക്ക അല്ലേ?
എന്താണ് പ്രത്യേകത? അതിൽ കൂടുതൽ പൂക്കൾ കൊലയായിട്ടുണ്ടാവും. ഇത് നിറച്ച് ഫ്ലവറാണ്. ഇത് നമ്മൾ ഹോൾസെയിൽ പോട്ട് വലിയ പോട്ടിലാണ്. ഈ പോട്ടിലാകുമ്പോൾ നമുക്ക് ഇരുന്നോളും. എന്നാലും അത് മാറ്റിയാൽ അത്രയും നല്ല പിക്കപ്പ്, കുറച്ചുകൂടെ പിക്കപ്പ്, വേരോട്ടം കാര്യങ്ങൾ കിട്ടും. ഇത് 110 രൂപ. ഇത് നാടൻ ക്രോസാണ്. നാടൻ സാധാരണ വീടുകളിലുള്ള ഇത് ഓൺ റൂട്ട് തന്നെയാണ്. ബട്ടല്ല, പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഒന്നും വരത്തില്ല. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിൽ നിറച്ച് പൂക്കളായിരിക്കും. ഇത് ജറബറയാണ്. നമ്മളിത് എങ്ങനെയാലും ഒരു 6-7 വെറൈറ്റി ഉണ്ടാവും. ചില കളേഴ്സ് വരും. അത് ഇത് നമ്മൾ 50 രൂപയാണ് ഇവിടെ. ഇതൊക്കെ ഫുൾ കട്ട് റേറ്റ്. ഇതിൽ തന്നെ വേറെ വെറൈറ്റി ഉണ്ട്. മഞ്ഞയുണ്ട്, വൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ വരും. വെള്ളം അധികം പാടില്ല, വെള്ളം കുറച്ചേ പാടുള്ളൂ. ജറബറയുടെ മറ്റൊരു കളറുകളാണ് യെല്ലോ അല്ലേ? യെല്ലോ 3 കളറുണ്ട്. 3 കളേഴ്സ് ഉണ്ടല്ലോ. 3 കളർ. അപ്പോൾ നമ്മളതിൽ എങ്ങനെയാലും ഒരു 6-7 വെറൈറ്റി കിട്ടും. ഇതെങ്ങനെയാണ് തൈക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇത് ഇതിൻ്റെ വിത്താണ്. ഇത് ഇഞ്ചി മാതിരി കിഴങ്ങാണത്. അതെ, അത് ഇതിപ്പോൾ ഈ പൂവ് പോയാലും ആ കിഴങ്ങ് ഉണ്ടാവും. അതിൽ നിന്ന് പൊട്ടിക്കിളിച്ചിട്ടാണ് വീണ്ടും തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ പിരിച്ചു വയ്ക്കാം? അത് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതുണ്ടോ, ഇതാണ് തൈ. ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി കിളുത്ത് വരും. അത് കിളുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി തയ്യാറാക്കാം. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ അത്യാവശ്യം പിടിക്കുന്ന ഏരിയ. കാലാവസ്ഥയിൽ വെള്ളം ഓവറായിരുന്നു. മുച്ചെടികൾക്ക് എല്ലാത്തിനും വെള്ളം കറക്റ്റായിരിക്കും. ഇത്ര വളരുള്ളൂ. ഇത് കുറച്ചുകൂടെ വലിപ്പം വരും. ഇതിപ്പോൾ ബുഷാകുന്നുള്ളൂ. കണ്ടോ, വെള്ളം പൊട്ടി വരുന്നേ ഉള്ളൂ. ശാഖകൾ വരുന്നുള്ളൂ. നല്ലോണം ബുഷാവും. നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ ഈ പൂ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരും. എത്ര നാൾ ലാസ്റ്റ് ചെയ്യും പൂവൊക്കെ? ഇതൊരു മാസത്തിന് മേലെ നിൽക്കും. ഒരു മാസത്തിന് മേലേക്കും അല്ലേ? എന്ത് റേറ്റ് വരും നമുക്ക് ഈ ചെടികളൊക്കെ? ഇത് 150 രൂപ. 150. നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ സാധനം. കോളാമ്പിയുടെ ഒരു വെറൈറ്റി കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. ഇത് മാക്സിമം ഒരു 10 അടി ഹൈറ്റ്. അപ്പം മതിലിന്റെ ഉള്ളിലൊക്കെ വെച്ചാൽ മതിലിന്റെ വെളിയിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ വരും. യെല്ലോ കളർ ടൈം ഫ്ലവർ ആയിരിക്കും. ഈ കളർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ തന്നെ വേറെ ഒരു റെഡിഷ് കളർന്നുണ്ട്. ഒരു മിനിറ്റ്, അവിടെ തന്നെ റെഡ് ഇതായിട്ട് കളർന്നുണ്ട്. ഒരു കളർ സെയിം ചെടിയാണ്. ഇത് അതിന്റെ വയലറ്റ് കളർ. അതെ, ഇത് എല്ലാം ഡെക്കോമ തന്നെയാണ്. ഇത് 80 രൂപ. പിന്നെ ഇത് പെൻഡാസ് എന്ന് പറയും. ഇത് സീസണലല്ല. ഇത് നല്ല കുറ്റിച്ചെടിയായിട്ട് എപ്പോഴും പോകണ്ടെന്നൊരു വെറൈറ്റി. സീസണില്ല. ഇത് മഴത്തായാലും അത് കട്ട് ചെയ്ത് വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇത് നശിച്ചു പോണ ഐഡിയല്ല. കുറ്റിച്ചെടിയായിട്ട് നിന്ന് എപ്പോഴും പോകണം. ഇത് 100 രൂപ. ജമന്തി ചേട്ടാ, ജമന്തി പറഞ്ഞ റോസ് പോലെ തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ജമന്തി നമ്മളിത് റിപ്പോർട്ട് ചെയ്യാം. ജമന്തിക്ക് ഒരിക്കലും വെള്ളം കൂടുതൽ പാടില്ല. വെള്ളം വളരെ ലൈറ്റ്. കാരണം ഇതിപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് മാറ്റുക. ഇതിപ്പോൾ ചൈരിച്ചോറ് പെർലൈറ്റൊക്കെയാണ് ഇവർ ചെയ്തിരിക്കണം. ഉണ്ട്, ഉറപ്പായിട്ട് ചെയ്യണം. ഇതിനകത്ത് പറ്റില്ല. ചെറിയ ചട്ടിയല്ലേ. മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോക്കോപ്പിറ്റാണ് ഫുള്ള് ആഡ് ചെയ്തിരിക്കണം അവർ. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ മണ്ണും കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ചാൽ അത് വരും, നന്നായിട്ട് വളരും. ജമന്തിയുടെ നല്ല വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അതിപ്പോൾ വരുന്നത് അങ്ങനെ ഒരു 10 വെറൈറ്റി ഒക്കെ ഉണ്ടാവും. കാലാവസ്ഥ പിടിക്കും. ഇതിന് വെള്ളം ഓവറാകരുതെന്ന് മാത്രം. ആവശ്യത്തിന് മതി. വെയിൽ വേണ്ട, അധികം വെയിൽ വേണ്ട. ഷെയ്ഡ് മാത്രം ഒരു ഷെയ്ഡിൽ വെച്ചിട്ടാ പൂണ്ടാവും. ഇതൊക്കെ നമ്മളിപ്പോൾ 50 രൂപ കൊടുക്കും. 50 രൂപ. ഏത് കളർ എടുത്താലും 50 രൂപ. 50 രൂപ. ഇത് വിങ്കാ റോസ് എന്ന് പറയും. വിങ്കാ റോസ് അല്ലേ? ഇല്ല, ഇത് സീസണല്ല. ഇതൊക്കെ വലിയ കട്ടിൽ വെച്ച് കൊടുത്താൽ നല്ല ബുഷാവും. ഇതൊക്കെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഓവറാകരുത്. വെള്ളം ഓവറാകുന്നതാണ് ഈ ഫ്ലവർ ഐറ്റംസുകൾ മുഴുവൻ കൊഴിഞ്ഞു പോകണം. അത് എല്ലാവരും ചെയ്യുന്ന വെള്ളം കൂടുതലെന്ന് വെച്ചാൽ വെള്ളം കൊരി ഒഴിക്കും. ആ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ചെയ്തിട്ടാണ് നശിച്ചു പോകുന്നത്.
അപ്പോൾ വെള്ളം വളരെ ലൈറ്റായിട്ട് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അതായത് വാടിയാലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഇരിക്കുന്ന സീസർ ഫ്ലവർ എല്ലാം അത് തന്നെയാണ്. പെറ്റൂണിയല്ലേ? അത് പെറ്റൂണിയാണ്. ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്ക് ഹാങ് ചെയ്തെടുക്കാം. അത്യാവശ്യം വെയിൽ വേണോ? വെയിൽ കുറച്ച് മതി, വെയിൽ വേണമെന്നില്ല. നാടൻ പെറ്റൂണിയെ പോലെ തന്നെയാണ്. ഇത് ബെർബീനിയ. ഏതാണ് ഇത്? ബെർബീനിയ എന്ന് പറയും. ഇത് ഇതുപോലെ ചട്ടി മാറ്റി വെക്കണം. ചട്ടി വലിയ ചട്ടിയിലൊക്കെ വെക്കണം. നല്ലോണം ശരിക്ക് ബുഷായിട്ട്. അതായത് ഇവിടെ നിന്നുകൊണ്ടാണ് ഒരു മിക്ക ചെടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണം. എല്ലാം റിപ്പോർട്ട് ചെയ്യണം. ആ ചട്ടിയിൽ ഒന്നും പറ്റത്തില്ല. ഏത് ചെടി കൊണ്ടുപോയാലും അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ അത്രയും പെട്ടെന്ന് നന്നാവും. കാരണം ഇത് ഒരുപാടുപ്പെട്ടവരെ കൊണ്ടുപോയിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരോടും പറയും, കൊണ്ടുപോകുന്നവരോട് പറയും, നമ്മൾ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിനകത്ത് വെച്ചേക്കരുത്. സാധാരണ ജമന്തി ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ഇതാണ്. അപ്പൊ ഇത് ഹൈറ്റ് വയ്ക്കത്തില്ല, ഫ്ലവറും കൂടുതലുണ്ടാവും. ഇതിപ്പോ ഇത് ആവുന്നുള്ളൂ, ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്യണം. ഫ്ലവർ കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ബ്രാഞ്ചസ് വരും. ഇത് വിത്ത് എടുത്തിട്ട് തന്നെ, ഈ വിത്തെല്ലാം നമ്മൾ ഇവിടെ വിത്ത് മേടിക്കണതാണ്. ഇതിന്റെ വിത്ത് കിട്ടും. അതിന്റെ വിത്ത് കിളുത്ത് കഴിഞ്ഞാൽ തൈ വലുപ്പം വരും. ഇതിന്റെ വിത്ത് കിളുത്ത് കഴിഞ്ഞാൽ ഹൈറ്റ് വരും. സാധാരണ ഹൈറ്റ് വരും. ഇത് മാതളനാരക. കണ്ട കായ്ച്ചോട് കൂടിയാണ് കായ്ക്കുന്നതാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണോ? ഹൈബ്രിഡ് നമ്മുടെ സാധാരണ മാതളം തന്നെ. ഇത് ലെയർ തൈയാണ്. ലെയർ കട്ട് ചെയ്ത് വെക്കണം. പെട്ടെന്ന് അതാണ് ഇപ്പൊ കായണ്ടല്ലോ. നമ്മളിവിടെ 50 രൂപയ്ക്ക് കൊടുക്കണം. 50 രൂപ. ഇത് ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ. നാടൻ പെറ്റൂണിയുടെ. നാടന് ഒരു വിധം വെയിൽ വേണം. ഇത് നമ്മുടെ ചെത്തിയുടെ വെറൈറ്റീസ് ആണ്. നമ്മുടെ ഒരു 4-5 വെറൈറ്റികളുണ്ടാവും. 5 വെറൈറ്റി ഉണ്ടല്ലോ. ഇത് റെഡ്. ഇത് പണ്ട് നമ്മുടെ വീട് ഇതിപ്പോ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. ഇല്ല, ഇത് ഹൈബ്രിഡിൽ പെട്ട തന്നെയാണെങ്കിൽ നല്ല അമ്പലത്തിൽ എടുക്കുന്ന വെറൈറ്റി എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന് നല്ല ഡിമാൻഡാണ്. അത് കവർ തന്നെ, വലിയ കവർ. അതിന്റെ തന്നെയാണ് പിങ്ക് വരുന്നത്. ഇതുപോലെ ഇത് നമുക്ക് വീട്ടില് ചെടിയായിട്ട് വയ്ക്കാനുള്ളതേ ഉള്ളൂ. ഇത് നല്ല ബുഷിങ്ങുള്ള ഐഡിയാണ്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതല്ല, ഇത് നമ്മുടെ സാധാരണ നാടൻ ചെത്തി. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നില്ല, അതാണ്. ഇതിപ്പോ കൂടുതൽ അമ്പലത്തിൽ എടുക്കുന്ന വെറൈറ്റിയാണ്. അതിന്റെ കൂടെ മറ്റേതും എടുക്കുന്നുണ്ട് എല്ലാവരും. ഇതുണ്ടോ, ഇത് നമ്മള് കട്ടിങ്സ് ആണ് ഇതെല്ലാം ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് പോകുന്നുണ്ടാവും. വലിയ വലിപ്പം വെറൈറ്റിയിൽ പെട്ടതാണ്. ഇതെല്ലാം അതിൽ പെട്ടെന്ന് നാടൻ വെറൈറ്റിയാണ്. കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മള് 150 രൂപയ്ക്ക് കൊടുക്കും. ഇതൊരു വെറൈറ്റിയാണ് ലോറ പെറ്റാലോ. നമുക്ക് ഭംഗിക്ക് വേണ്ടി ഇതിലൊരു പൂവുണ്ടാവും, ഒരു റെഡ് കളർ പൂവുണ്ടാവും. നിറച്ച് പൂവായിരിക്കും. ഇത് നല്ല വെയിൽ വേണം, നല്ല ഭംഗിയായിരിക്കും. കുറ്റിച്ചെടി മാതിരി നിന്ന് നിറച്ച് പൂവുണ്ടാവും. ഇത് നമ്മുടെ പഴയൊരു വെറൈറ്റിയാണ്, കോഴിവാല. ഇതിപ്പോ എല്ലാരും ഇപ്പൊ രണ്ടാമത് എല്ലാരും അന്വേഷിച്ചു തുടങ്ങണ ഒരു സാധനമായത്. കിട്ടാനില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, കുറച്ച് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ വില കുറവാണ്. ഇതൊക്കെ ഇതൊക്കെ 50 രൂപയ്ക്കുള്ളൂ. ആ കണ്ട മെലസ്ട്രോമയുടെ വൈറ്റ് ആണ്, നിറച്ച് പൂവായിട്ട് നിൽക്കും. ഇത് അതുപോലെ തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ആ വില തന്നെ. ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ നമ്മുടെ ഒരു കുറച്ച് ഐറ്റംസ് ഉണ്ടെല്ലാം ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന വിയറ്റ്നാം മെർലി പ്ലാവ്. ഇതാണ് ഇപ്പോൾ നമ്മൾ 2 വർഷത്തിൽ കായ്ക്കും. 2 വർഷം മതി ഇത് കായ്ക്കാൻ. ഓൾറെഡി ചക്കയുള്ളതാണ്. നമുക്ക് ഇതിന്റെ താഴ്ന്ന ചെറിയ വെറൈറ്റികളുണ്ട്. അത് 150 രൂപ മുതൽ ഇതിന്റെ ചെറിയ തൈകൾ അത് 150 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. ഒരു നല്ല വലിപ്പമുള്ള തൈകളാണ്. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഡ്രമ്മിൽ നടാം, വലിയ ഡ്രമ്മിൽ നടാം. പിന്നെ
വലിയ ബക്കറ്റ് അതിൽ നടാം. സ്ഥലമുള്ളവർക്കാണെങ്കിൽ സ്ഥലമുള്ളവർക്ക് ഇപ്പോൾ പറമ്പിൽ നടാം. കൂടുതലും ആൾക്കാർ ഇപ്പോൾ ഇത് ഡ്രമ്മിലാണ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗകര്യം. അതിന് ചകിരിച്ചോറ്, എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 3/4 ഭാഗം പോട്ടി മിക്സർ അത് നമ്മൾ തന്നെ തയ്യാറാക്കിയാൽ മതി. ചകിരിച്ചോറ് കൂടുതലിട്ട് നിറച്ചാൽ അത്ര വെയിറ്റ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ചെടിക്ക് പ്ലാവിന് വളർച്ച കുറവുണ്ടാവും? ഇല്ല, വളർച്ച കുറവില്ല. നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന വളം ആ ചെടിക്ക് തന്നെ കിട്ടും. കാരണം നമ്മൾ പറമ്പിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വലിച്ചെടുക്കും. അപ്പോൾ കൂടുതലും ഇപ്പോൾ ആൾക്കാർ ഇത് ഡ്രമ്മിലാണ് പ്ലാന്റ് ചെയ്യുന്നത്. വളർന്നു പോവില്ല. കറക്റ്റ് 2-ാം വർഷം ചക്ക ഉണ്ടാവുകയും ചെയ്യും. ഈ ചക്ക സാധാരണ നമ്മുടെ ചക്ക അനുസരിച്ച് ടേസ്റ്റ് നല്ല മധുരമാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ്. അതെ. ഇപ്പൊ ഈ ചക്ക തന്നെ ഇപ്പൊ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് പഴുക്കും. ഞങ്ങൾക്ക് ഇതെന്ന് തന്നെ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. പഴുത്ത് നല്ല റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ്. നല്ല മധുരവും. അതെ, അത് കഴിച്ച് നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റും. അത്രയും ടേസ്റ്റുള്ള ചക്ക അത്. പിന്നെ ഇതിന്റെ മഞ്ഞയുണ്ട്. പ്ലാവിന്റെ നമ്മുടെ J33. ഇത് വിയറ്റ്നാം റെഡ്. പിന്നെ J33 മഞ്ഞ. പിന്നെ ടെൻസൂര്യ വെറൈറ്റി ഒരു 4-5. പിന്നെ നമ്മുടെ സാധാരണ തേൻവരിക്ക, മുട്ടമരിക്ക ഐറ്റംസും ഉണ്ട്. നാടൻ നമ്മുടെ സാധാരണ നാട്ടിലുള്ള വെറൈറ്റി. 150 രൂപ മുതൽ വിയറ്റ്നാം മെറിന് കൊടുക്കുന്നത്. ഒരു നല്ല വലിപ്പമുള്ള പ്ലാവാണ്. ഇനി അടുത്തുള്ള മാവ് നമ്മുടെ ഇപ്പോൾ ഒരു 10-12 വെറൈറ്റി ഓൾറെഡി ഉണ്ട്. ഇതിലിപ്പോ ഇരിക്കുന്നത് മൂവാണ്ടനുണ്ട്, കായായിട്ടുള്ള കുളമ്പുണ്ട്, അൽഫോൺസ ഉണ്ട്, മൾഗോവ, പിന്നെ തായ്ലാൻഡ് ഹോൾ സീസൺ, അങ്ങനെ എല്ലാ വെറൈറ്റിയും നമ്മളിതിപ്പോൾ. മാവ് ചെറുത്, ഏറ്റവും ചെറുത് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് 100 രൂപ. 100 രൂപ. ബഡ് ചെയ്താണോ? ബഡ് ചെയ്ത് തന്നെ. 2 വർഷം നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം പ്ലാന്റ് ചെയ്യണം. മാവ് ചോല പാടില്ല. മാവ്, പ്ലാവ്, ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഒരുവിധം എല്ലാം വെയിൽ വേണം. നല്ല വെയിലത്ത് വെച്ചാൽ കറക്റ്റ് 2 വർഷം ഇത് നമ്മുടെ മാവിന്റെ ഒരു വെറൈറ്റി ആണ്. ഇതിൽ നമ്മൾ 15 വെറൈറ്റി ഒട്ടിച്ചിട്ടുണ്ട്. ബഡ് ചെയ്ത അതായത് 15 വെറൈറ്റിയാണ് ഇതിൽ ഒട്ടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ 15 കായ്ക്കുന്ന വെറൈറ്റി ആണ്. 15 ടൈപ്പ് മാങ്ങ കിട്ടും. ഒരു മാവ്. അതായത് 15 ഓക്കെ ആയിരിക്കണം. എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ ഇത് കായാവും. ഒരു വർഷം കൊണ്ട് കായ്ക്കും. കാരണം ഇതിപ്പോൾ കായ്ക്കുന്നതിന്റെ സ്റ്റമ്പാണ് ചെയ്തേക്കണം. അപ്പോൾ പിന്നെ അതിന്റെ ഒരു വളർച്ച അനുസരിച്ച് കായ്ച്ചോണ്ടിരിക്കും. ഇതിപ്പോ 5000 രൂപ. നഷ്ടമില്ല. കാരണം 15 വെറൈറ്റി കിട്ടില്ല. ഒരു മാവില് അതും കൂടി മാക്സിമം 2 വർഷം. 2 വർഷം. ഇത് ഡബിൾ വെറൈറ്റിയാണ്. 2 വെറൈറ്റി ഒട്ടിച്ചത്. അതെ, ഇതിപ്പോ കുളമ്പാണ് ഇപ്പൊ കായ്ച്ചിരിക്കുന്നത്. ബഡ് ചെയ്തേക്കണതാണ്. ഇത് കുളമ്പ്, നമ്മുടെ നാടൻ കുളമ്പ് മാങ്ങ. ഇത് തായ്ലാൻഡ് മാങ്ങ, ഓൾ സീസൺ. കുറച്ച് നീളം ഉണ്ടാവും. ഇത് കുറച്ചുകൂടെ നീളം വരും. ഇത് നല്ല ടേസ്റ്റ് ആണ് പഴം. കുളമ്പെന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതാണ്. പിന്നെ പച്ചക്ക് നല്ല പുളി. ഇതിന്റെ ഏറ്റവും ചെറിയത് 150 രൂപ. ഇത് നമ്മൾ കൊടുക്കണം 350 രൂപ. 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതില് മൂവാണ്ടനും ഉണ്ട്, കുളമ്പും ഉണ്ട്. ഒരു മാവിൽ തന്നെ 2 വെറൈറ്റി. പിന്നെ വേറെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ഇത് മൂവാണ്ടൻ തന്നെയാണ്. അതെങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ കായ്ക്കുന്നത്? ഇതിപ്പോ ഒരു 1.5 വർഷത്തോളം ആയതാണ്. 1.5 വർഷം ബഡ് ചെയ്താണ്. ഇതിപ്പോ നമ്മൾ പോയി വാങ്ങിച്ചോണ്ട് കൊണ്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ ടൈം തന്നെ കായ്ക്കും. ഇത് 4 വെറൈറ്റി. 4 വെറൈറ്റി ഒരു മാവും. ഇതൊക്കെ ഒരു 2 വർഷം കൊണ്ട് കായ്ക്കും. ഇതിപ്പോ ഓരോ വെറൈറ്റി കായ്ച്ചോണ്ടിരിക്കും. ഇത് 600 രൂപ. ഇനി ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതാണ് നമ്മുടെ വിയറ്റ്നാം മെറിയുടെ ഇത് വലിപ്പം കൂടിയതാണ്. ചെറുതാണ് നമ്മൾ 100 രൂപ 150 രൂപ സ്റ്റാർട്ടിങ്. ഇത് 400 രൂപ. പിന്നെ അതിന്റെ മറ്റേ വെറൈറ്റി ആണ് J33 എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. J33 അല്ലേ? ഇത് J33. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് മഞ്ഞ കളറായിരിക്കും, ഓറഞ്ച് കളറായിരിക്കും ചക്ക. നല്ല ടേസ്റ്റ്, നല്ല മധുരമാണ്. കറക്റ്റ് 2 വർഷം ആകുമ്പോൾ കായ്ക്കും. ഇതൊക്കെ എന്ത് റേറ്റ് നമുക്ക് വരുന്നത്?
അത് 350 രൂപ. 350 രൂപ അല്ലേ? നമ്മൾ ചെറുത് 150 രൂപ എന്ന് പറയുന്ന പ്ലാവ് കാണിച്ചു തരാം. ഇത് വിയറ്റ്നാമറിയുടെ റെഡ് അല്ലേ? ഇത് 150 രൂപ. ഇതൊക്കെയാണ് നമ്മൾ 150 രൂപ കവറിലാണ്. നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ 2-3 വർഷം കൊണ്ട് കായ്ക്കും. 2 വർഷം മതി. 2 വർഷം മതി. എങ്ങനെ നോക്കിയാൽ നല്ല വെയിൽ വേണമെന്ന് മാത്രം. പിന്നെ നമ്മുടെ കയ്യിൽ പേരയുണ്ട്, നല്ല വെറൈറ്റി. ഇത് കിലോ പേരയാണ്. കിലോ അത് ഏറ്റവും വലിയ പേര അല്ലേ? ഇപ്പൊ തന്നെ കായാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 ആയിട്ട് 10 അത്രേ ഉള്ളൂ. നല്ല ബുഷായിട്ട് നിൽക്കും. നല്ല വെയിറ്റ് ഉണ്ടാവും അല്ലേ? നല്ല ഇത് 150 രൂപയുള്ളൂ. 150 രൂപ അല്ല? പേരയ്ക്ക ഉണ്ടാകുന്ന വലിപ്പമുള്ള പേരയ്ക്ക. അതെ, കിലോ പേര എന്ന് പറയും. കിലോ പേര. പിന്നെ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി എന്ന് പറയുന്നത് VNR. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് വലിയ കായായിരിക്കും. ഇപ്പൊ തന്നെ കായ ഉണ്ടല്ലോ. VNR ഒരു 1 കിലോയുടെ അടുത്ത് വരും ഒരു കായ. ഒരു കായ എത്ര വരും അല്ലേ? ഏകദേശം വരും. അത്യാവശ്യം നല്ല ടേസ്റ്റി ആണ്. നല്ല വെള്ള കളർ. ടേസ്റ്റി ആണോ? നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. വലിയ കേടില്ല. ഒരാൾ പൊക്കം നല്ല പുഷായിട്ട് നിൽക്കും. നല്ല വെയിലത്ത് വെക്കാം. വെയിലത്ത് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ എത്ര നാൾ പ്രതീക്ഷിക്കാം ഒരു കായൊക്കെ? ഇതിപ്പോ ഓൾറെഡി കായ്ച്ചോണ്ടിരിക്കുന്നതാണല്ലോ. ഇനിയിപ്പോ നമ്മള് വളമിട്ട് ചെയ്ത് വെച്ചാൽ മതി. കണ്ടിന്യൂ വന്നോളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ അത് ഹൈറ്റ് വരണമെന്ന് തലേന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം പുഷ് പന്തലിച്ച് നിന്നിട്ട് കായ്ക്കും. വെക്കുന്ന ഈ ഫ്രൂട്ട്സ് ഐറ്റംസുകളെല്ലാം വെക്കുന്നത് നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കറക്റ്റ് വെയിലും വളവും അല്ലെ കറക്റ്റ് ടൈമിൽ കായ്ച്ചിരിക്കും. അത്യാവശ്യമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പേര. വീണ്ടും പേര. തായ്ലാൻഡ് റെഡ് സീഡ്ലെസ്. കുരുവില്ല അല്ലേ? കുരുവില്ലാത്തതാണ് സീഡ്ലെസ്. ഇത് ഹോം ഗ്രൗണ്ട് ആണ്. ഇത് നല്ല വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റ് പഴമാണ്. ഇത് ഈ പറഞ്ഞ മാതിരി 1 വർഷം കൊണ്ട് ഇതിപ്പോ കായ്ച്ചുണ്ട്. അതിനകത്ത് ഇവിടെ കായാണ്. ഇതെല്ലാം നമ്മൾ നട്ടാ മതി. വേറെ ഒന്നും നോക്കാനില്ല. അത് 350 രൂപ. ഇത് തായ്ലാൻഡ് അല്ലേ? തായ് പിങ്ക്. ഇത് പിങ്ക് കളർ പേരൊക്കെയാണ്. ഇതും കായ്ച്ചു തുടങ്ങി. കണ്ടോ? ഇത് ഇതാണ് പിങ്ക് കളറാണ് ഉള്ളത്. എല്ലാം 1 വർഷമല്ലേ? എല്ലാം 1 വർഷം കായ്ച്ചു തുടങ്ങിയതാണ് എല്ലാം. പിന്നെ ഉള്ളത് നെല്ലി. ഇത് വലിയ ടൈപ്പ് നെല്ലിക്കയാണ്. സാധാരണ നെല്ലില് വലിപ്പം കൂടിയ വെറൈറ്റിയാണ്. അത് നല്ല വെറൈറ്റിയാണ്. നമ്മുടെ മറ്റേ സാധാരണ ലോക്കൽ പോലത്തെ സാധനമല്ല. കണ്ടോ? നല്ല വലിപ്പമുള്ള കായാണ്. നല്ല ഔഷധ ഗുണമുള്ള. ഇതൊക്കെ 2 വർഷം. ഇതൊക്കെ ബഡ് തൈകളാണ്. അത് 250 രൂപ. പിന്നെ ലൂബി, സ്വീറ്റ് ലൂബി. ഇത് മധുരമുള്ള ലൂബിക്കാണ്. ഇതൊക്കെ ഇപ്പൊ ഈ 1 വർഷം കൊണ്ട് ഇതൊക്കെ കായ്ച്ചതാണ്. ഇപ്പൊ കൊഴിഞ്ഞു പോയതൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതാണ്. അപ്പൊ ഇത് നമ്മൾ നിലത്ത് വയ്ക്കുകയാണെങ്കിലും 1 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ ഇത് റംബുട്ടാന്റെ തന്നെ മറ്റൊരു വെറൈറ്റി പുലാസർ. വലിയ കായായിരിക്കും. നല്ല മധുരം. നല്ല മധുരം. റംബുട്ടാൻ കഴിക്കണ പോലെ തന്നെ കഴിക്കുന്നത്. ബഡ് തൈയാണ്. ഇത് 400 രൂപ വരും. പിന്നെ ഇത് പ്ലാവിന്റെ മറ്റേ വേറെ വെറൈറ്റി നമ്മൾ പറഞ്ഞില്ല. കണ്ടോ? ചുവന്ന വിയറ്റ്നാമിന്റെ തന്നെയാണ്. ഇത് 350 രൂപ. പിന്നെ റെഡ് സപ്പോട്ടയുടെ തന്നെ റെഡ് കളറാണ്. നമ്മളെ മറ്റേ സപ്പോർട്ടേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. ഉള്ളു നല്ല റെഡാണ്. നല്ല ടേസ്റ്റ് ഉള്ള പഴം. ഇത് കായ്ക്കണമെങ്കിൽ എന്തായാലും ഒരു 2 വർഷം പിടിക്കും. ബഡ് തൈയാണ്. പിന്നെ റംബുട്ടാൻ. ഇത് N18. ഇത് കൂടുതൽ എണ്ണം പിടിക്കും. എണ്ണം കൂടുതലുണ്ടാവും. നല്ല മധുരം ഉണ്ടാവും. കുരുവെള്ളമാണ്. കുരുവെന്ന് വിട്ടുപോരുന്ന ടൈപ്പാണ്. നമ്മൾ വായിലിട്ട് കടിച്ചു കഴിഞ്ഞാൽ കുരുവെ പിടിച്ചിരിക്കില്ല. അതിന്റെ തന്നെ വേറെ വെറൈറ്റിയാണ് സ്കൂൾ ബോയ്. എന്ന് പറയും. ഇത് നല്ല വലിപ്പമുള്ള കായാണ്. ഒരു 10-20 എണ്ണോ 22 എണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ 1 കിലോ. ഇതും വളരെ വേഗം കായ്ക്കും. ബഡ് തൈയാണ്.
എന്ത് റേറ്റ് വരും ഇത് 350 രൂപ. 350 രൂപ. ആവറേജ് ആ റേറ്റ് തന്നെയാണ് അതെ തന്നെ, ആ റേറ്റ് തന്നെ. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ പപ്പായയുടെ വെറൈറ്റികളുണ്ട്. പപ്പായ റെഡ് ലേഡി ഉണ്ട്, സാധാ ഉണ്ട്, യെല്ലോ, 3 വെറൈറ്റി. എല്ലാ വെറൈറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഒക്കെ എന്താ റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിങ് പപ്പായ 40 രൂപ. 40 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ്. ഇത് മാവിന്റെ നാസിക് പ്രസന്റ്. നാസിക് പ്രസന്റ് അല്ലേ? നാസിക് പ്രസന്റ് എന്താണ് പ്രത്യേകത? ഇത് വളരെ ഉയരം കുറവായിരിക്കും കായ. അല്ല, മാവ് ഇഷ്ടംപോലെ കാ പിടിക്കും. നല്ല ടേസ്റ്റ് പഴമാണ്. ഇങ്ങനെ ഇങ്ങനെ ഞെട്ടായിട്ട് കിടന്നിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അത് മാക്സിമം ഇത് അത്യാവശ്യം മെച്ചൂർഡ് അല്ലേ? ഇതിപ്പോ കായ്ച്ചു തുടങ്ങിയ സാധനമാണ്. കായ്ച്ചു തുടങ്ങിയതാണത്. ഇതിനിപ്പോ നമ്മള് ഇത് കൂടുതൽ ആൾക്കാരൊക്കെ റമ്മിലെ വെക്കത്തുള്ളത്. കാരണം അതിലെ കുറ്റിച്ചെടികൾ നിന്ന് കാണാനും ഭംഗി. ഇത് കുളമ്പ്, നമ്മളാ കണ്ട മാവിന്റെ അതിന്റെ ആ വെറൈറ്റി അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയതാണ്. കായ്ച്ചു തുടങ്ങിയ മാവുകളാണ്. ഇതൊക്കെ 800 രൂപ. കാരണം ഒരു വർഷം കൊണ്ട് കായ്ക്കാനുള്ളത്. പിന്നെ ഇതുണ്ട് മിയാസാക്കി മാവ്. നാംഡോക്കും മിയാസാക്കി 2 വെറൈറ്റി ഉണ്ട്. ഇത് 750 രൂപ 800 റേഞ്ച്. വിദേശത്തു നിന്നുള്ള വെറൈറ്റി സാധനമായത് മാവ്. കായ്ച്ചു തുടങ്ങി അല്ലേ? നല്ല ടേസ്റ്റി പഴമാണ്. അൽഫോൺസ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഇഷ്ടംപോലെ. നമ്മൾ ആദ്യം കണ്ടായിരുന്നു അല്ലേ? അൽഫോൺസ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ കണ്ടതാണ്. ഓൾറെഡി കായ്ച്ചതാണ്. 200 രൂപ. ഇതൊന്നും അധികം പൊക്കം വെക്കില്ല. പിന്നെ ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോ എന്ന് പറയും. അവക്കാഡോ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഭയങ്കര കൊന്ന പോലെ ഈ സാധനം പൊങ്ങിപ്പോലും. അത് തൈ ആയിരിക്കും. തൈ വെച്ചാല് സമയം എടുക്കും. സീഡ് മുളപ്പിച്ചിട്ട് വെച്ചാൽ അത് കുറെ വലിയ മരമാവും. ഇത് നമുക്ക് ബഡ് തൈകളാണ്. ബഡ് ചെയ്യുമ്പോൾ അങ്ങനെ മാക്സിമം 3 വർഷം. 3 വർഷം മതി. 3 വർഷം മതി. ഇപ്പൊ മലപ്പുറം സൈഡിൽ അങ്ങനെ ബഡിങ് ആണോ? ഇപ്പൊ കറക്റ്റ് 3 വർഷം കഴിച്ചിരിക്കും. ഈ സാധനം നമ്മളെ പറിച്ച് നട്ട് കഴിയുമ്പോൾ ഈ പോട്ടി മിക്സ് മാറുമ്പോൾ അങ്ങനെ വല്ല വ്യത്യാസം വരുമല്ലോ? ഇല്ല. വേറെ ഒരു പ്രശ്നം. നമ്മൾ ഈ കവർ അങ്ങനെ തന്നെ കീറിയിട്ട് മണ്ണിളകാതെ അങ്ങോട്ട് വെച്ചാൽ അതിപ്പോൾ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മണ്ണാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെ, നമ്മുടെ മണ്ണ് തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടുന്ന് വരുന്ന മണ്ണെന്ന് പറയുമ്പോൾ കുറച്ച് പശത്ത് കൂടുതലുള്ള മണ്ണാണ്. അപ്പോൾ അത് വേര് ഒന്ന് പൊട്ടി വരണമെങ്കിൽ താമസം വരും. അത് കുറച്ച് മണ്ണടത്ത് കളഞ്ഞിട്ട് വയ്ക്കുക. പിന്നെ കടപ്ലാവിന്റെ വെറൈറ്റി ആണ്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി ആണെങ്കിലും വലിയ ടൈപ്പ് കായാണ്. ലെയറാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കായ്ക്കും. വേറെ നിൽക്കുന്ന പോലെ അല്ല. വേറെ നിൽക്കുന്നതാകുമ്പോൾ കുറെ മരമാവും, താമസം വരും. ഇത് നമ്മൾ കമ്പ് ലെയർ ചെയ്ത് പെട്ടെന്ന് കായ്ക്കും. പിന്നെ ഓറഞ്ച് ഇതുണ്ട്, മുട്ടിപ്പഴം. ഇതാണോ? ഇതിങ്ങനെ കൊലയായിട്ടുണ്ടാവും. ഇത് പിന്നെ നല്ല ടേസ്റ്റ് പഴമാണ്. ചെറിയ പഴമാണെങ്കിലും നല്ല പഴമാണത്. 2 വർഷം മതി. എല്ലാം 2 വർഷം. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച്, മുസമ്പി ഇതൊക്കെ ഓൾറെഡി നമ്മുടെ കായായിട്ടുള്ളതാണുള്ളത്. ആവറേജ് റേറ്റ് ഇത് 300 രൂപ. ഇരിക്കുന്നല്ല റംബൂട്ടാൻ. മാങ്കോസ്റ്റീൻ ഉണ്ട്. മാങ്കോസ്റ്റീൻ ബഡ് ഉണ്ട്. മാങ്കോസ്റ്റീൻ ബഡ് 2 വർഷം അല്ലേ? ഇത് 2-2.5 വർഷമാകും. ഇത് ബഡ് ചെയ്താണ്. പിന്നെ ഇത് തൈയുണ്ട്. തൈ ആകുമ്പോൾ കുറച്ച് വലിപ്പം കൂടിയതാണ്. പക്ഷെ അതിന് വില വ്യത്യാസമുണ്ട്. കായ്ക്കാനും സമയം പിടിക്കും. ഇത്തരം വലിപ്പമുള്ള തൈകളാണ്. ഇത് ഇത്തരം വലിപ്പം 2 വർഷത്തെ പ്രായമുണ്ട്. ഇത് 1.5 വർഷം 2 വർഷം മാക്സിമം. 2 വർഷം കൂട്ടാം. അതെ. ഇത് ലൂബി, പുളി ലൂബി. നമ്മൾ മറ്റേ നേരത്തെ കണ്ടത് സീറ്റ് ലൂബി. അത് നമ്മുടെ നാടൻ ലൂബിക്കാം. ഇത് 150 രൂപ.